വിശ്വാസികൾക്ക് ഒരിക്കലും സത്യസന്ധത ആവശ്യമില്ല. കാരണം അവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവർ എല്ലാം മറ്റുള്ളവർ ആരോ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അത് ശരിയാണെന്ന് അവർ തീരുമാനിച്ചു. അവരുടെ തീരുമാനമാണ് അതൊക്കെ അങ്ങനെയാണ്. പക്ഷേ അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു കാലത്തും ജീവിക്കുന്നില്ല. ജീവിക്കുന്നവരെ ജീവിക്കാനായിട്ട് ഇവർ അനുവദിക്കത്തുമില്ല. ഇനി ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ്. മനസ്സിലാവും, ഏതൊരു മതത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതിസന്ധി അവർ ഒരിക്കലും ജീവിക്കത്തുമില്ല, ജീവിക്കുന്നവരെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കത്തുമില്ല. അവരുടെ വിശ്വാസമായിട്ട് അവർ പോയാൽ മതി. പക്ഷെ അത് അവർ സമ്മതിക്കത്തില്ല. എന്താ കാരണം? അവരുടെ വിശ്വാസത്തിലുള്ള ദുർബലത അവർ പുറത്താരും അറിയാൻ ഇടവരുത്തരുതും. മനസ്സിലായി? അതുകൊണ്ടാണ് അവർ സത്യസന്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് കളയും, ഒറ്റപ്പെടുത്തി കളയും. കാരണം അവരുടെ ഉള്ളിൽ തന്നെയുള്ള സത്യസന്ധത ഇല്ലായ്മ അവരെ വേദനിപ്പിക്കുന്നു. അവരെ അത് വളരെ സങ്കീർണമായിട്ട് അവരെ വേദനിപ്പിക്കും. അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും സത്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ ഇരിക്കത്തില്ല, അവർ ഓടിക്കളയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സത്യം പറയുന്നവനെ അവരെ ഒറ്റപ്പെടുത്താനും ഇവൻ കള്ളനാണെന്നും ഇവനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ. കാരണം വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഒരു കഷ്ടപ്പാടുമില്ല. വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഒരു കഷ്ടപ്പാടുമില്ല. വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഒരു കഷ്ടപ്പാടുമില്ല. എന്ത് ബോധ്യപ്പെടുത്താൻ? വിശ്വാസികളെ എന്ത് വേണേലും ബോധ്യപ്പെടുത്താമല്ല. ഷാഫി കള്ളനാണ്, ഷാഫി ശരിയല്ല. മനസ്സിലായ? ഷാഫി ശരിയില്ല. കാരണം ഷാഫി സത്യസന്ധനായിട്ടാണ് നടക്കുന്നതെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു ന്യൂസ് ഇറക്കിയാൽ മതി, ഷാഫി ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തു, അവരെല്ലാവരും വിശ്വസിക്കും. കാരണം അവർ വിശ്വാസികളാണ്. അവർക്ക് സത്യം എന്താണെന്ന് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കണം. അതെ, അപ്പപ്പ കാണുന്നവനെ അപ്പ. അപ്പോഴത്തെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി എന്ത് വൃത്തികേടും വിശ്വാസികൾ കാണിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇനി എങ്ങനെയാണ് ബോധ്യം എന്നുള്ളൊരു ഭാഗത്തേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ? അവനവൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവൻ പണിയെടുക്കണം. സത്യസന്ധന് ശരിക്കും പണിയെടുക്കണം. മനസ്സിലായി? അവന് ഔദാര്യവും വഞ്ചനയും ഇതൊന്നും അവന് പറ്റത്തില്ല. പക്ഷെ വിശ്വാസിക്ക് ആരെയും വഞ്ചിക്കുക. മനസ്സിലായി? വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസപ്രകാരം ഞാൻ ചെയ്യണത് ശരിയാണെന്ന് 10 പേര് പറഞ്ഞാൽ മതി. മനസ്സിലായ? അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരി, നീ മറ്റുള്ളവരെയൊക്കെ കൊന്നുകൊള്ളുക പറഞ്ഞാൽ അവന് ചെയ്യാം. മനസ്സിലായ? കാരണം അതിൻ്റെ പേരിലല്ല ഇതിന് കൃത്യതയില്ല. പക്ഷെ വിശ്വാസി മറ്റുള്ളവരെയല്ലല്ലോ ശരിക്കും വഞ്ചിക്കുന്നത്, അവനവനെ തന്നെയല്ലേ വഞ്ചിക്കുന്നത്. അവനവനെ തന്നെ ഓൾറെഡി വഞ്ചിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെ വഞ്ചിക്കുകയാണ്. അവനവനെ വഞ്ചിച്ചവരാണ് മറ്റുള്ളവരെ വഞ്ചിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? സ്വന്തം ജന്മത്തിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത അനുഭവിക്കുന്നിടത്താണ് ജീവിക്കാൻ പറ്റുക. അവിടെ രോഗമില്ല. അപ്പോൾ അവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? മരണത്തെയാണോ ഫോക്കസ്? മരണം ഫോക്കസ്ഡ് ആയിട്ടാണോ ഇങ്ങനെ ഒരു വിശ്വാസിയായി മാറുന്നത്? അതെ, വിശ്വാസിയെ സംബന്ധിച്ചാൽ മരണം ഉറപ്പാണ്. മരിച്ചതിന് ശേഷം ഒരു നിത്യമായിട്ട് ജീവിതം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. മനസ്സിലായി? മരിച്ചതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് ഇവൻ്റെ ആഗ്രഹങ്ങൾ അത് മുഴുവൻ മരിച്ചതിന് ശേഷം നടക്കുമെന്നാണ്. ഇവിടെ ഇല്ലാത്ത ഉറപ്പ് മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. ഇവിടെ ഇല്ലാത്ത ഉറപ്പിനെ ഉറപ്പിക്കണം. അതെ, ഉറപ്പിക്കണം. അങ്ങനെ വിശ്വാസി. മനസ്സിലായി? അതിന് ഒരു കാലത്തും അവന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. സ്വസ്ഥത ഉള്ളവന് ഇവനെ കണ്ടാൽ ഭയങ്കര അസ്വസ്ഥതയാണ്. മനസ്സിലായി? നേര് പറയുന്നവന് ഇപ്പം സയൻസ് ഇത് വിശ്വസിക്കുന്നവർ അവരുടെയും ഗതി ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായി? സയൻസ് ആണെങ്കിലും എവിടെയോ ആരോ ഒരു പരീക്ഷണം നടത്തി അത് ശരിയാണ്, അതിന് കടലാസാണ്, ഒരു പേപ്പർ മതി. മനസ്സിലായി? അവർക്ക് പേപ്പർ മതി, അല്ലാണ്ട് അവർക്ക് അനുഭവിച്ച് തുടരുന്ന ഭാഗമില്ല. ഈ പേപ്പർ അപ്രൂവ് ചെയ്ത കുറച്ച് വിശ്വാസികളുടെ ആ വിശ്വാസത്തിന്റെ ഉറപ്പിലാണ് ഇവർ ഇത് കൊണ്ടുവരുന്നത്. അതെ, ഇതിങ്ങനെയാണെന്ന് അവർ കൺമുമ്പിൽ കണ്ടു. എപ്പോൾ പരീക്ഷണം നടത്തിയാൽ അത് അങ്ങനെയാണ്. മനസ്സിലായി? ഇപ്പൊ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്, അതിനുവേണ്ട കടലാസ് വെക്കാം. മനസ്സിലായ? സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതിന് കടലാസ് വെക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുമോ? മനസ്സിലായ? വെള്ളത്തിന് ഹൈഡ്രജനും ഓക്സിജനും അല്ലെങ്കിൽ ഇന്നത് ചേർന്നിട്ടാണ് വെള്ളമുള്ളത്, അത് തെളിയിക്കാം. അതുകൊണ്ട് ജീവിതമാകുമോ? അവിടെ ജീവിതമാകത്തില്ല. ചന്ദ്രനിൽ പോയ ഫോട്ടോ ഇടാം. അല്ല, നമുക്ക് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മളെ പ്രൂവ് ചെയ്യിക്കാം. പക്ഷെ ആ സത്യം അല്ല നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. എവിടെയാണ് അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? എങ്ങും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? ശരീരത്തിൽ ഡോപ്പമിൻ അല്ലെങ്കിൽ സെറോട്ടിൻ അല്ലെങ്കിൽ പാൻക്രിയാസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഇതിങ്ങനെ നടക്കുന്നത് ഒക്കെ തെളിയിക്കാം.
പക്ഷെ 1500 വർഷം മുമ്പ് വന്ന മഹാത്മാവ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അതെ, ഇതൊക്കെ പറയാം. അല്ലെങ്കിലും സയൻസിന്റെ ഭാഗത്ത് കടലാസുകൾ വെച്ച് കുറേ തെളിവുകൾ കൊണ്ടുവരാം. പക്ഷെ ഒരു വ്യക്തിയായിട്ടിരിക്കുന്ന ഭാഗം അവനവൻ തന്നെ ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതൊരു വിശ്വാസ പ്രമാണമോ സയൻസോ ഒന്നുമല്ല. അവനവനെ തന്നെ അനുഭവിക്കുന്ന ഭാഗം, അത് അവനവനിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് തുടരാൻ പറ്റുന്നില്ലേ? അത് തുടരാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ വേണ്ടാത്ത കെട്ടുപാടുകളും വേണ്ടാത്ത അപ്രസക്തമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇറക്കുന്നത്. അങ്ങനെയാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാ മതത്തിനും വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും മതത്തിന് സത്യസന്ധത ഇല്ല. മതത്തിന് സത്യസന്ധത ഉണ്ടാകത്തില്ല. കാരണം ജീവൻ്റെ ഭാഗത്ത് മാത്രമേ സത്യസന്ധത നടക്കത്തുള്ളൂ. കാരണം മതത്തിന് എന്ത് സത്യസന്ധത? മതത്തിന് ജീവനുണ്ടാ, ജീവൻ മനുഷ്യനില്ല. മനുഷ്യൻ നിലനിൽക്കുന്ന ഭാഗം അനുഭവിക്കുന്നതാണ് തുടർച്ച, അതാണ് ജീവിതം. അവിടെ സത്യസന്ധത വന്നേ പറ്റത്തുള്ളൂ. ഈ അക്യുമുലേറ്റ് ചെയ്ത കണ്ടാമിനേഷന്റെ റിസൾട്ടാണ് ഈ മതവും സമൂഹവും ഒക്കെ. സത്യത്തിൽ അങ്ങനെ സംഭവം ഇല്ലല്ലോ. എന്നിലുള്ള കണ്ടാമിനേഷൻ ആണ് ഞാൻ സമൂഹം എന്ന് പറയുന്ന അവസ്ഥ ഉപയോഗിച്ചിട്ട് ഒളിച്ചും പാത്തും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഈ അക്യുമുലേറ്റ് ചെയ്ത വേണ്ടാത്ത കാര്യങ്ങളെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമൂഹം, മതം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്തിനു വേണ്ടി? ഒളിച്ചും പാത്തും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതെ, ചിന്തിക്കുന്നില്ല. അതാണ്. അതെ, അനുഭവിക്കുന്നില്ല. അതെ, അനുഭവിച്ച് ജീവിക്കുന്നില്ല. അതെ. അപ്പൊ സമൂഹം എന്നുള്ള ഭാഗവും കൂടി എലാബറേറ്റ് ചെയ്യാം. സമൂഹം എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ഇടപെടുമ്പോൾ ഒട്ടനവധി മാറ്റങ്ങളുണ്ടാവും. ചുറ്റുപാടുമുള്ള മാറ്റത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് നമുക്കൊരിക്കലും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ല നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. ഒരു സാമൂഹ്യ ജീവിയാകരുത്, എപ്പോഴും നമ്മൾ ആത്മജീവിയാകണം. എന്നാൽ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ അന്തരങ്ങളിലോട്ട് നമ്മൾ ഊളിയിട്ട് ചെല്ലുമ്പോൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പ്രാസോപ്പിച്ചൊക്കെ പറയാം. പക്ഷെ അതിലത് കഥയൊന്നുമില്ല കേട്ടോ. നമ്മളെ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയുന്നു, മനസ്സിലായോ? നമ്മളെ എത്രത്തോളം അനുഭവത്തിലൂടെ, അതായത് തുടർച്ചയായിട്ടുള്ള അനുഭവത്തിൽ, അല്ലാണ്ട് നൈമിഷികമായിട്ടുള്ള അനുഭവങ്ങളല്ല. പക്ഷെ നൈമിഷികമായിട്ടുള്ള അനുഭവങ്ങളെ വേർതിരിക്കുകയും സ്ഥിരമായിട്ടുള്ള അനുഭവത്തിൽ തുടരാൻ സാധിക്കുന്നിടത്താണ് നമുക്ക് ശരിക്കും ജീവിക്കാൻ സാധിക്കുന്നത്. അതില്ലാത്ത ആൾക്കാരാണ് സാമൂഹ്യ സദാചാരം. മനസ്സിലായ? സദാചാരം എപ്പോഴും ചാരത്തിലായിരിക്കും. മനസ്സിലായ? ആ ചരണത്തിലല്ല, മനസ്സിലായ? ആ തുടർച്ചയിലല്ല. എപ്പോഴും തുടർച്ചയിലായിരിക്കണം അനുഭവത്തിൻ്റെ. അവിടെയാണ് ജീവിതം. അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ അടിമയായി പോകും. സമൂഹത്തിന് തലയും വാലും ഉണ്ടോ? ഒരിക്കലുമില്ല. സമൂഹത്തിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അന്നേരം തന്തയെന്ന് തോന്നുന്നവനെ തന്തയെന്ന് വിളിക്കും. എൻ്റെ കാര്യം സാധിക്കാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും. മനസ്സിലായ? കാര്യം സാധിക്കാൻ എന്ത് കാര്യം സാധിച്ചിട്ട് എന്ത് കാര്യം? കാര്യം സാധിക്കുക എന്നുള്ള ഭാഗം ആരും നോക്കിക്കോ, അവൻ്റെ അപ്പോഴത്തെ കാര്യം സാധിക്കണം. മനസ്സിലായി? അപ്പോഴത്തെ കാര്യം സാധിക്കാൻ ഒന്നും ചെറുതായിട്ടൊന്ന് ചാഞ്ഞു കൊടുക്കും. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ, ലൂസിഫറിൽ പറഞ്ഞ പോലെ, എടോ എൻ്റെ തന്ത പഠിപ്പിച്ചത് എങ്ങനെയാണ്, ഒന്ന് തോളിച്ചൊന്ന് തള്ളി മറ്റേ റെയിൽവേ ട്രാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. മനസ്സിലായ? അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ചതിയാണ്. ഈ തന്തയും ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? ചതി എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. നമുക്ക് ഉള്ള കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഓക്കെ ഇതിങ്ങനെയാണോ, ഇങ്ങനെ തന്നെയാണോ എന്ന് കൂട്ടത്തിലിരിക്കുന്നവരുമായിട്ട് ഒരുമിച്ച് ഇരുന്നാൽ പരിശോധിച്ച് അനുഭവിച്ചറിയാവുന്നതാണ്. വിശ്വാസം ഒരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല. അനുഭവിക്കുന്നവൻ മാത്രമേ ജീവിക്കത്തുള്ളൂ. അത് നിങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ തയ്യാറാണോ? ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നും. മനസ്സിലായ? കാരണം മരണത്തെ ഭേദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മരണം ശരീരത്തിൽ വരുന്നത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല സത്യസന്ധത വേണം. ശരിക്കും സത്യസന്ധതയിൽ നിരന്തരം പ്രവർത്തിച്ച് തുടരുന്നു. അപ്പം സാമൂഹികമായിട്ടുള്ള ഒരുപാട് കെട്ടുപാടുകൾ എന്നിലും ഉണ്ട്. ഇത് അഴിച്ചു കളയുന്നത്, വൃത്തിയാക്കുന്ന ജോലിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് മുഴുവനുമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല. കാരണം പാരമ്പര്യമായിട്ട് കുറേ നാളുകളായിട്ട് മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത എന്താണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും അടിച്ചേൽപ്പിക്കലും
അനാവശ്യമായിട്ടുള്ള ഭക്ഷണ രീതികളും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇത് സാവകാശം വൃത്തിയാക്കിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. എന്നുവെച്ചാൽ വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല മക്കളെ, വൃത്തിയാക്കി എടുക്കും. അത് സമൂഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുമായിട്ട് സഹകരിച്ച് കണ്ട ഇതൊരു മനുഷ്യനാണ്, ഇത് വേറൊരു മനുഷ്യനാണ്, ഇത് വേറൊരു മനുഷ്യനാണ്, ഇത് വേറൊരു മനുഷ്യനാണ്. ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഇത്രയും പേരാണ് ഒരുമിച്ചിരുന്ന് ജീവിക്കുന്നത്. ആര് വന്നാലും എന്നുവെച്ചാൽ നമ്മൾ നോക്കുന്ന സത്യസന്ധമായിട്ടുള്ള ഭാഗം, ആർക്കും നമ്മളിലെ സത്യത്തെ അനുഭവത്തിൽ തുടരാനായിട്ട് ആരെല്ലാം തയ്യാറാണ് അവരെല്ലാവരുമായിട്ടും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. അത് എല്ലാവരുമായിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. എന്തിന്? സത്യത്തിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് വിശ്വാസ പ്രമാണമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ആരും ഒരു വിശ്വാസയെ നമ്മൾ എതിർക്കുന്നില്ല. അവനാണ്ട് വിശ്വാസം അവനവൻ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ എൻ്റെ വിശ്വാസമാണ് ശരിയെന്നും പറഞ്ഞ് നടക്കുന്നവരുമായിട്ട് നമുക്ക് കൈകൂപ്പി നിന്ന് തല കുനിക്കാനേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.